അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഖത്തറിലെ ദോഹയിൽ വെച്ച് ഖത്തർ രാജാവും അമേരിക്കൻ ബ്രിട്ടീഷ് പ്രതിനിധികളും തമ്മിൽ ചർച്ച നടത്തിയത്. ഈ വിഷയം ചർച്ച നടത്തുമ്പോൾ പ്രധാനമായിട്ടും ഇതിന്റെ പ്രധാന വിഭാഗങ്ങളായ ഹമാസ്, ഹൂത്തി, ഹിസ്ബുള്ള ഈ 3 വിഭാഗങ്ങളെയും ഇതിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവർ പങ്കെടുത്തിരുന്നില്ല. അവരില്ലാതെ ഖത്തറിലെ ദോഹയിൽ വെച്ച് ഖത്തർ രാജാവും അമേരിക്കൻ ശിങ്കിടികളുമായിട്ട് നടത്തിയ ചർച്ച, ആ ചർച്ച എത്രത്തോളം ഫലം കാണും, എത്രത്തോളം ഗുണകരമാണ്, എത്രത്തോളം അത് വിജയിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ നടന്നത് ഈ സായിപ്പന്മാർ ശിങ്കിടികളും ഖത്തർ രാജാവും ഒക്കെ കൂടി ഗാവയും കുടിച്ച് ഒട്ടകത്തിന്റെ ഇറച്ചി പൊരിച്ചതും കഴിച്ച് സലാം പറഞ്ഞ് പിരിയുകയായിരുന്നു. അപ്പോൾ ഇതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിലെ പ്രധാന വിഷയം, ഇതിലെ പ്രധാന കക്ഷികൾ ഇറാനും ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തിയും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഒക്കെയാണ്. എന്നാൽ ഇവരാരും ഉണ്ടായിരുന്നില്ല, ഇവരെ ആരും ഈ വിഷയത്തിൽ പങ്കെടുപ്പിച്ചില്ല. ഒന്നുകിൽ പങ്കെടുപ്പിച്ചില്ല, അല്ലെങ്കിൽ ക്ഷണം ഇവർ നിരസിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവിടെ നടത്തിയ ചർച്ചകൾക്ക് ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്, ആഗോള മാധ്യമങ്ങളോട് പറഞ്ഞത് ചർച്ച വൻ വിജയമായിരുന്നു എന്നാണ്. വൻ വിജയമാകണമെങ്കിൽ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന കണ്ടന്റ് ഇത് ഹിസ്ബുള്ളക്കും ഹൂത്തികൾക്കും ഹമാസിനും ഇറാനും ഒക്കെ തൃപ്തികരമാണോ അല്ലയോ എന്ന് അവരോട് ചോദിക്കാതെ, അവരുടെ അഭിപ്രായം തേടാതെ ഏകപക്ഷീയമായിട്ട് ചർച്ച വൻ പരാജയമായിട്ടും അതിനെ മഹത്വവൽക്കരിച്ച് കാണിക്കുവാനാണ് ഈ ഖത്തർ പാശ്ചാത്യ അമേരിക്കൻ ശിങ്കിടികൾ ശ്രമിച്ചത്. എന്നിട്ട് അവർ തന്നെ പറയുന്നു, ചർച്ചയുടെ അടുത്ത ഘട്ടം ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് നടത്തുമെന്നാണ് പറയുന്നത്. ചർച്ച വൻ വിജയമാണെങ്കിൽ പിന്നെന്തിനാണ് അടുത്ത ഘട്ടം? ഈ ഘട്ടത്തിൽ തന്നെ അത് തീർപ്പ് കൽപ്പിക്കേണ്ടതല്ലേ? അപ്പോൾ ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് വീണ്ടും ചർച്ച ചെയ്യും എന്ന് ഈ അമേരിക്കൻ ശിങ്കിടിക്കൂട്ടം പറയുന്നു. മറ്റൊരു പ്രധാന വിഷയം, ഈ ചർച്ച നടക്കുമ്പോഴും ഫലസ്തീനിൽ ഈ അമേരിക്കൻ പാശ്ചാത്യ ശിങ്കിടിക്കൂട്ടം കുട്ടികളെ കൊല്ലുന്ന പ്രവൃത്തി നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചർച്ചാ വിജയം കാണണമെങ്കിൽ നിലവിലുള്ള സംഘർഷങ്ങളെല്ലാം അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലാണ് ഞങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ചർച്ച. അപ്പോൾ ചർച്ച നടക്കുമ്പോഴും ഫലസ്തീനിൽ ഗസയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ വധിക്കുന്ന, സ്ത്രീകളെ വധിക്കുന്ന, പെൺകുട്ടികളെ വധിക്കുന്ന, വൃദ്ധരെ വധിക്കുന്ന പ്രവൃത്തികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഹമാസ് പോരാളികളെ നേരിടാൻ ഹമാസ് പോരാളികളുടെ മേഖലയിലേക്ക് സൈന്യം പോലും കടന്നു കയറുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യാവസ്ഥ അതാണ്. അവർക്ക് കിട്ടുന്ന പിഞ്ചു കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, പരമാവധി ജനസംഖ്യ തകർക്കുക. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടായാലാണ് വരും തലമുറ ഉണ്ടാകൂ. ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഭാവിയിൽ ഇവർക്ക് നേരെ തോക്കെടുക്കും. സ്ത്രീകൾ ജീവിച്ചിരുന്നാൽ പ്രസവിച്ചു കൂട്ടും. അപ്പോൾ വംശഹത്യ തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. എന്നാൽ ഈ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. വംശഹത്യ സംഭവിക്കാൻ പോകുന്നത് ഈ യഹൂദ കൂട്ടങ്ങൾക്കാണ്. ഇതെല്ലാം കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്, ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, ഒരു പൊതു സംസാരമുണ്ട്. അതാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിക്കയറിയത്. ആ ചൊല്ലി ഞാൻ നിങ്ങളോട് പറയാം. എന്താണ് ആ ചൊല്ലി എന്ന് ഞാൻ നിങ്ങളോട് പറയാം. സപ്പോസ് എ കോബ്ര ബൈറ്റ്സ് എ മാൻ, വാട്ട് ഹാപ്പൻസ് ടു ഹിം? ദ പോയിസൺ ഗെറ്റ്സ് ഇൻടു ഹിസ് ബ്ലഡ് ആൻഡ് സ്പ്രെഡ്സ് ഓൾ ഓവർ ഹിസ് ബോഡി ഇൻ എ ഫ്യൂ അവേഴ്സ്. ഹി ബിക്കംസ് അൺകോൺഷ്യസ് ആൻഡ് ഡൈസ്. ഇതാണ് ആ ചൊല്ല്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? സപ്പോസ് നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ ഊഹിക്കുക, ഈ കോബ്ര ബൈറ്റ്സ് എ മാൻ, കോബ്ര ഇനത്തിൽപ്പെട്ട ഒരു പാമ്പ് ഒരു മനുഷ്യനെ കടിച്ചെന്ന് നിങ്ങൾ ചിന്തിക്കുക, വിചാരിക്കുക. വാട്ട് ഹാപ്പൻസ് ടു ഹിം? ആ വ്യക്തിയിൽ, കടിയേറ്റ വ്യക്തിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദ പോയിസൺ ഗെറ്റ്സ് ഇൻടു ഹിസ് ബ്ലഡ്. വിഷം, ഈ പാമ്പിന്റെ വിഷം കടിയേറ്റ ആളുടെ രക്തത്തിൽ പ്രവേശിക്കും. ആൻഡ് സ്പ്രെഡ്സ് ഓൾ ഓവർ ഹിസ് ബോഡി. പിന്നീട്
അത് ശരീരമാസകലം വ്യാപിക്കും. ഇൻ എ ഫ്യൂ അവേഴ്സ്, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഹി ബിക്കംസ് അൺകോൺഷ്യസ്, അവൻ അബോധാവസ്ഥയിലായി തീരുന്നു. ആൻഡ് ഡൈ, ശേഷം മരിക്കുന്നു. അപ്പോൾ 5 ഘട്ടമാണ്. എനിക്ക് അതാണ് ഓർമ്മ വന്നത്, ഇംഗ്ലീഷിലെ ആ ചൊല്ലാണ് ഓർമ്മ വന്നത്. 5 ഘട്ടമായിട്ടാണ് ഒരു മനുഷ്യന്റെ മരണം. ഭീകരമായ മാരകമായ വിഷമുള്ള ഒരു പാമ്പിന്റെ കടിയേറ്റാൽ 5 ഘട്ടങ്ങളിലൂടെ ആ വ്യക്തി മരിക്കും. അപ്പോൾ ഈ 5 ഘട്ടം എന്താണ്? അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ഒക്ടോബർ 7 ഗ്ലൈഡറിൽ കടന്നു കയറി, ഇസ്രയേൽ മണ്ണിൽ കടന്നു കയറി അവിടെ ഹമാസ് നടത്തിയ ആക്രമണം. ആ ആക്രമണം ഒന്നാം ഘട്ടമാണ്. ആ ഗ്ലൈഡറിലൂടെ കടന്നു ചെന്ന് അവിടെ ആക്രമിച്ച സംഭവം യഹൂദന്മാരുടെ ദേഹത്തേറ്റ ആദ്യ പ്രഹരമാണ്, ആദ്യ കടിയാണ്. ഈ കോബ്രയുടെ ആദ്യ കടിയാണത്. ആ കടി കൊടുത്തിട്ട് ഹമാസ് പോരാളികൾ തിരികെ പോന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് ബാക്കി 4 ഘട്ടങ്ങൾ, അനുബന്ധ ഘട്ടങ്ങൾ. എന്തൊക്കെയാണത്? അവർക്ക് കടിയേറ്റു കഴിഞ്ഞു. ഈ പാമ്പിന്റെ വിഷം അവരുടെ രക്തത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അത് ശരീരമാസകലം വ്യാപിച്ചു കഴിഞ്ഞു. ഇൻ എ ഫ്യൂ അവേഴ്സ് ഹി ബിക്കംസ് അൺകോൺഷ്യസ്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവർ അബോധാവസ്ഥയിലായി കഴിഞ്ഞു. ആൻഡ് ഡൈസ്, അടുത്തത് അവരുടെ മരണമാണ്. ഈ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഇത്രയും കാലം ഒരു ചർച്ചയില്ല, ഒരു മധ്യസ്ഥതയില്ല, ഒരു ഒത്തുതീർപ്പില്ല, ഒന്നിനും ഞങ്ങൾ തയ്യാറല്ല. ഹമാസിനെ കൊന്നൊടുക്കും, ഹിസ്ബുള്ളയെ കൊന്നൊടുക്കും, ഹൂത്തികളെ കൊന്നൊടുക്കും എന്ന് പറഞ്ഞവർ ഇന്ന് ഓടി നടക്കുകയാണ്. ചർച്ച 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 എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഈജിപ്തിലെ കൈറോയിൽ വെച്ച് അടുത്ത ചർച്ച അവർ സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ ചർച്ചയ്ക്ക് പോകാൻ ഈ യഹൂദ ചിങ്കടികളുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ ബൈഡനും കൂട്ടരും നെതന്യാഹുവും കൂട്ടരും അവരോട് പറഞ്ഞത്, ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാക്കിയിട്ട് നിങ്ങൾ തിരിച്ച് ഇസ്രയേലിലേക്ക് മടങ്ങാവൂ. പരിഹാരം അത്യാവശ്യമാണ്. അതിന്റെ അർത്ഥം ഞങ്ങളുടെ എല്ലാ പിടികളും വിടുന്നു, എല്ലാ പിടിയും വിട്ടു, നിങ്ങൾ ഇതിന് പരിഹാരം കണ്ടേ പറ്റൂ. ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ ഇതോടൊപ്പം കൂട്ടി വായിക്കാൻ മറ്റൊരു വിഷയം കൂടിയുണ്ട്. എന്താണെന്നറിയുമോ? അമേരിക്കൻ ശാസ്ത്രജ്ഞനായ, അമേരിക്കയുടെ ഏറ്റവും ഉന്നത ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ ഡോക്ടർ മൈക്കൽ എച്ച് ഹാർട്ട് എന്നു പേരുള്ള ഒരു യഹൂദ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഒരു റിസർച്ച് നടത്തുകയുണ്ടായി കാലങ്ങൾക്ക് മുൻപ്. ഈ ലോകത്തെ സ്വാധീനിച്ച, ഈ പ്രപഞ്ചത്തെ സ്വാധീനിച്ച ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ 100 വ്യക്തികളെ തെരഞ്ഞെടുത്തു, ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ഈ തയ്യാറാക്കുന്ന ആൾ യഹൂദനാണെന്ന് ആലോചിക്കണം. നിങ്ങൾ എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കണം. ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നത് അമേരിക്കക്കാരനാണ്, യഹൂദ മതത്തിൽപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ്. അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രജ്ഞൻ എന്ന് വാഴ്ത്തപ്പെട്ട ആളാണ്. ആ വ്യക്തി ലോകത്തെ സ്വാധീനിച്ച, ഈ പ്രപഞ്ചത്തെ സ്വാധീനിച്ച 100 മഹാന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയുണ്ടായി. ആ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ഒരു മഹാൻ കടന്നുകൂടുകയുണ്ടായി. ആ മഹാന്റെ പേരാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം ആ ലിസ്റ്റിൽപ്പെട്ടയാളാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ ലോകത്തെ സ്വാധീനിച്ച ഏറ്റവും മഹത്തരമായ വ്യക്തി ആരാണ് എന്നാണ് ഈ യഹൂദരായ ശാസ്ത്രജ്ഞൻ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ അദ്ദേഹം കണ്ടെത്തിയത് നമ്പർ 1 ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹാൻ മുഹമ്മദ് നബിയായിരുന്നു. മുഹമ്മദ് നബിയുടെ പേരാണ് ആ യഹൂദ ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയത്. പക്ഷേ ഇസ്രയേലിലെ തെമ്മാടികളായ യഹൂദന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുകയാണ്. ആ പ്രവാചകന്റെ ശേഷിപ്പുകൾ നശിപ്പിക്കാനാണ് ഇവന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിരന്തരം പ്രവാചകനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പ്രവാചകന് മുൻപ് വന്ന പ്രവാചകനെയും അപമാനിക്കുന്നത്. ആ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാൻ ആരാണെന്നറിയുമോ? 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സാക്ഷാൽ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെയാണ് ഇസ്ലാമിക ലോകം ഈസാ നബി എന്ന് വിശേഷിപ്പിക്കുന്നത്. മുസ്ലിങ്ങൾ യേശുക്രിസ്തുവിനെ ആരാധിക്കില്ല, മുഹമ്മദ് നബിയെയും ആരാധിക്കില്ല എന്ന് മാത്രം. യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ചില വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിൽ
മുസ്ലിങ്ങൾ പെടില്ല. മുസ്ലിങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ, ദൈവത്തിന് മുന്നിൽ മാത്രമേ തലകുനിക്കൂ, ദൈവത്തിന് മുന്നിൽ മാത്രമേ അടിയറവ് പറയൂ. ഈ ഇസ്രയേലിൽ കടന്നുകൂടിയിട്ടുള്ള ഈ ജൂത പരിശകളുണ്ടല്ലോ, ഇവന്മാരുടെ മുന്നിൽ 100%, ലോകത്തെ 100% മുസ്ലിങ്ങൾ മരിച്ചു വീണാലും ഇവന്റെ ഒന്നും മുന്നിൽ അടിയറവ് പറയില്ല, യാതൊരു സംശയവും വേണ്ട. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഇസ്രയേലാണെന്നും ഏറ്റവും സുരക്ഷിതമായ സിറ്റി തെൽ അവീവാണെന്നും ഈ യഹൂദന്മാർ അഹങ്കരിക്കാറുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് തെൽ അവീവിൽ ഒരു ചാവേർ സ്ഫോടനം നടന്നത്. നിരവധി ആളുകൾ അവിടെ കൊല്ലപ്പെടുകയുണ്ടായി. ഇവരുടെ സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവർ ഭീതിയിലാണ്. ഇവർ പോച്ചയടിക്കുന്ന സുരക്ഷിതത്വം ഇന്ന് എവിടെയാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. ഈ സുരക്ഷിതത്വം മെല്ലെ മെല്ലെ ഇല്ലാതായി ആകെ തകർന്നടിയും. ആകപ്പാട് ലോകമെമ്പാടും 4-3-7 യഹൂദന്മാരേ ഉള്ളൂ. ഈ യഹൂദന്മാർ എല്ലാവരും ചേർന്നാലും ഇസ്രയേലിലെ ഹമാസിനെയോ ഹിസ്ബുള്ളയെയോ ഹൂത്തിയെയോ ഇസ്ലാമിക് റെസിസ്റ്റൻസിനെയോ ഇറാനെയോ ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല. അന്തസ്സായിട്ട് ഇവരുടെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുക, അതാണ് ഈ ഇസ്രയേലിന് ഏറ്റവും നല്ലത്. ആയതുകൊണ്ട് ഈ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അടുത്ത വീഡിയോയിൽ കൂടുതൽ അപ്ഡേഷനുകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരെ എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ ഒരു വലിയ സലാം.